കൊല്ലം കൊട്ടാരക്കരയിൽ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയതിനെതിരെ പരാതിക്കാരൻ. ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്ന് പള്ളിക്കൽ സ്വദേശി ഹരീഷ് ആവശ്യപ്പെട്ടു. കാറിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു ഹരീഷിനെതിരായ പോലീസിന്റെ ഗുണ്ടായിസം. 2024 സെപ്റ്റംബർ 4-ാം തീയതി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഹരീഷും പോലീസുകാരനും തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് ജോലിസ്ഥലത്ത് നിന്ന് പിടികൂടിയ പരാതിക്കാരനെ മണിക്കൂറുകളോളം വാഹനത്തിലും സ്റ്റേഷനിലും വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകുന്നില്ല എന്ന് ഹരീഷ് പറയുന്നു. ചുമന്ന കാർ ഇട്ടുകൊണ്ട് പോയി കാറിന്റെ ഫ്രണ്ട് സീറ്റില് ഇടിച്ച് തലയും കയറ്റി 8 ഇടിയോളാണ് 3-3.5 മണിക്കൂർ നമ്മൾ പള്ളിക്കൽ പോറ്റൂര്. അപ്പൊ ആ മൊത്തമായിട്ട് കറക്കിയിട്ട് 10 മണിക്ക് സ്റ്റേഷൻ വിളിച്ചത് 10-10 സ്റ്റേഷൻ വിളിച്ചപ്പോ ടേബിളെ കമത്തി കിടത്തുമായിരുന്നു. കിടത്തിയിട്ട് കാലിന്റെ വെള്ളക്ക് 80 അടി, ഒരു കാലിന്റെ വെള്ളക്ക് 80 അടി അടിക്കുന്നു. അടിച്ച് ഒരു 12-1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇടിച്ച് പരുവാക്കി. പരാതിയുമായി കോടതിയെ സമീപിച്ചതോടെ 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഉപദ്രവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും വരെ നിയമപോരാട്ടം തുടരാനാണ് ഹരീഷിന്റെ തീരുമാനം. അന്നേരം അവർ പറഞ്ഞാൽ കോടതി കേസെടുത്തുകൊണ്ട് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കോടതി മുമ്പോട്ട് തന്നെ പോയിട്ട് കോടതി എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകുവാണെങ്കിൽ അതോറിറ്റിക്ക് കേസെടുക്കാൻ പറഞ്ഞേക്കും. 10 മണിക്കോടെ കൊണ്ടു ചെല്ലുന്നേ, എനിക്ക് 8 മണിയോള് 8 മണി തൊട്ട് വെളുപ്പങ്ങല്ല പിറ്റേ വൈകിട്ട് 4 മണിയുള്ള വീഡിയോ എനിക്ക് വേണം. അങ്ങനെ തെളിവെല്ലാം എനിക്ക് വേണം. നിയമപരമായിട്ട് മുമ്പോട്ട് പോവുക, കോടതി തന്നെ കൊണ്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോവുക, ഓരോ തീർപ്പിനും പോരുന്ന പറഞ്ഞേക്കും. ഞാൻ പോകത്തുമില്ല. ദൃശ്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും. ഹരീഷിനെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന SIക്കെതിരെ കുണ്ടറയിൽ മരിച്ച സൈനികന്റെ അമ്മയുടെയും പരാതിയുണ്ട്. മീഡിയ 1 കൊല്ലം.